ഭ്രമയുഗം. ഈ സിനിമയുടെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് ഇതിന്റെ സംവിധായകനായിട്ടുള്ള രാഹുൽ സദാശിവനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് മമ്മൂക്ക ഹൊറർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ മൂന്നും കൂടി ചേർന്ന് വരുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് മാത്രമല്ല, ഇന്നേ ദിവസം ഇതിന്റെ ഫസ്റ്റ് ഷോ കാണാൻ കയറിയ എല്ലാവരും ഇതേ എക്സൈറ്റ്മെന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് എന്നിലെ ആ എക്സൈറ്റ്മെന്റിനെ സിനിമക്ക് എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ സാധിച്ചു എന്നതിനെ കുറിച്ചിട്ടാണ്. ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവ സാക്ഷ്യം മാത്രമാണ്. ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ ഒരു കാരണവശാലും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് സിനിമയെ കുറിച്ചിട്ട് പറയാം. സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് തന്നെയാണ്. മേക്കിംഗ് അപാരമായിട്ടുണ്ട്. അതായത് ഇതിന് മുന്നേ വരെ ഇറങ്ങിയ ഒരു സിനിമയോട് ഇതിന് ഭയങ്കര സാദൃശ്യം എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഇതിന്റെ പ്ലോട്ടിനോട് കേട്ടോ. അത് നമുക്ക് പിന്നെ പറയാം. എനിവേ, ഇതിലെ മേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഇതിന്റെ കളർ ഗ്രേഡിങ് തന്നെയാണ്. ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് സിനിമക്ക് വേറൊരു മൂഡ് തരുന്നുണ്ട്. അതായത് ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴും നമ്മൾ വേറെ ഏതോ ഒരു ട്രാൻസ് അവസ്ഥയിൽ ഇരുന്നിട്ടാണ്, അതായത് ഒരു തരം ഒരു നെഗറ്റീവ് വൈബ് നമുക്ക് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് മൊത്തത്തിൽ അതൊരു കിടിലൻ അനുഭവമാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴുള്ള. അത് ഒന്ന്. പിന്നെ രണ്ടാമത്തെ ഇതിന്റെ പെർഫോമൻസ് സൈഡ് തന്നെയാണ്. അത് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് മമ്മൂക്കയുടെ കാര്യം തന്നെയാണ്. ഒരുപാട് മമ്മൂക്ക ഫാൻസ് തിയേറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ പേര് എഴുതി കാണിച്ച സമയത്ത് ഒരുപാട് കയ്യടികൾ വന്നായിരുന്നു. പക്ഷേ മമ്മൂക്കയുടെ ഇൻട്രോ ടൈമിൽ ഒരു കയ്യടി പോലും തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര സന്തോഷം തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു. കാരണം മമ്മൂട്ടിയുടെ ഇൻട്രോ എന്ന് പറയുന്നത് അതൊരു ഒരു 5-6 മിനിറ്റ് ലെങ്തി ആയിട്ടുള്ള ഒരു ഇൻട്രോ ആണത്. അതൊറ്റ ഇൻട്രോയിൽ മമ്മൂക്കനെ കാണിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമല്ല. ആ സമയത്ത് എവിടെയെങ്കിലും ഒരു കയ്യടി വന്നു കഴിഞ്ഞാൽ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മൂഡ് നശിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. പക്ഷെ ഒരാൾ പോലും ഒരു കയ്യടിയോ സിലടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. എല്ലാ ഫാൻസുകാരും കൃത്യമായിട്ട് ആ സിനിമയുടെ ആ സീനിൽ മുഴുകിയിരിക്കുമായിരുന്നെന്ന് ആ സീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു നോർമൽ ഇൻട്രോ ആണ് സിനിമയിൽ മമ്മൂക്കക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ അർജുൻ അശോകന്റെ ക്യാരക്ടർ ആദ്യം ആസിഫ് അലി ചെയ്യാനിരുന്നതെന്നാണ് പറഞ്ഞത്. ആസിഫ് അലിക്ക് അത് ഭയങ്കര ഒരു നഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. കാരണം അർജുൻ അശോകൻ അത് ഗംഭീരാക്കിയിട്ടുണ്ട്. എന്നാലും ആസിഫ് അലി ആണ് ചെയ്തതെന്നെങ്കിൽ അത് കുറേ കൂടിയൊക്കെ വേറെ തലത്തിലേക്ക് മാറിയിരുന്നേനെ എന്ന് എനിക്ക് പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ട്. അത്രേ ഉള്ളൂ. സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ അദ്ദേഹം പെർഫോമൻസ് ആയിട്ട് എനിക്ക് അത്ര വലിയ ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ആകെയുള്ള ഒരു സ്ത്രീ കഥാപാത്രമായിട്ടുള്ള അമൽഡ ലിസിന്റെ ആ കഥാപാത്രത്തിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതെങ്ങനെ പറയണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതായത് അവരുടെ ഒരു ലുക്ക്, ആ ഒരു ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ഗംഭീരം എന്നല്ല പറയേണ്ടത്. അവരല്ലാതെ ആ ഒരു കാസ്റ്റിലേക്ക് വേറെ ആരെ കാസ്റ്റ് ചെയ്യുമെന്ന്, ആ ഒരു റോളിലേക്ക് വേറെ ആരെ കാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളൊന്നും അല്ല പറയണത്. അത് അവരുടെ ഒരു ലുക്ക് ഉണ്ട്, അവരുടെ ഒരു മൊത്തത്തിലുള്ള അവരൊരു ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പോകാലിപ്റ്റോ സിനിമയിൽ ആ ഒരു നായിക ഉണ്ടല്ലോ, അതിലെ മറ്റേ കിണറ്റില് കിടക്കുന്ന ആ ഒരു നായിക, അവരുടെ ഒരു ലുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഒരു സെയിം ഓറയാണ് എനിക്ക് അമൽഡേനെ കാണിക്കുന്ന ഓരോ ഫ്രെയിമിനും കിട്ടിയത്. അതൊരു ഗംഭീര കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ റോളാണ് കേട്ടോ, വലിയ റോള് കാര്യങ്ങളൊന്നുമില്ല. അതൊരു കിടിലൻ കാസ്റ്റിംഗ് ആയിരുന്നു. കാരണം അവരുടെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അതിമനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ അവരെ കുറിച്ചിട്ട് പറയാനായിട്ട്. പിന്നെ മണികണ്ഠൻ ആചാരി ഇതുപോലെ തന്നെ അങ്ങനെ വലിയ പെർഫോം ചെയ്യാൻ പറ്റിയ റോളോ കാര്യങ്ങളോ ഒന്നും അല്ല. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് മണികണ്ഠൻ ആചാരി. പിന്നെ സ്കോറിംഗ് ആണ് പറയേണ്ടത്. സ്കോറിംഗ് ഈ സിനിമയിൽ ആദ്യ അവസാനം ഉപയോഗിച്ചിരിക്കുന്ന സ്കോറിംഗ് എന്ന് പറയുന്നത് വയലിൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ പുള്ളുവൻപാട്ട് ഒക്കെ ഇല്ലേ, സർപ്പംപാട്ട്, ആ ഒരു സംഭവത്തിന് ഉപയോഗിക്കുന്ന സംഭവമില്ലേ, ആ ഒരു ടൈപ്പ് സ്കോറിംഗ് ആണ് ഈ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ എന്തെങ്കിലും തരത്തിലുള്ള സൗണ്ടോ കാര്യങ്ങളോ ഇൻസ്ട്രുമെന്റോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇല്ലെന്നാണ് എൻ്റെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറെ സ്ഥലത്തൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എനിവേ, എന്തായാലും ഫുള്ള് കേട്ടത് ഈ ഒരു സാധനത്തിന്റെ സൗണ്ട് മാത്രമാണ്.
അപ്പോൾ അതായിരുന്നു. അത് സ്കോറിംഗ് ഒക്കെ ഗംഭീരായിരുന്നു. ഒന്നും പറയാനില്ല. സിനിമക്ക് ചേരുന്ന രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സ്കോറിംഗ് ആയിരുന്നു. അതെന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമാറ്റോഗ്രാഫിയാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പോണത്. പല ഫ്രെയിംസും പല ലൈറ്റിങ്ങും അതൊരു അനുഭവമാണ്. നിങ്ങളത് തിയേറ്ററിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റിനെ പറയണം. കാരണം പഴയ ഒരു കാലഘട്ടത്തിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിന് എത്രത്തോളം നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത് വളരെ ഗംഭീരമായിട്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എത്തിച്ചിട്ടുണ്ട്. ഇതിലൊരു ഒരു 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 മൂവിങ് റൂമൊക്കെ പോലെയുള്ള ഒരു സാധനമൊക്കെ ആർട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. അത് ഗംഭീരമായിരുന്നു കേട്ടോ. നമ്മുടെ മലയാള സിനിമയിൽ ഇതുവരെയും ചെയ്യാത്ത ഒരു വർക്കാണ്. പക്ഷെ അതിൻ്റെ ഒരു അതിൽ വിഷ്വലി അത് നമ്മളെ കാണിക്കുന്ന പ്രസന്റ് ചെയ്യുന്നത് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതെന്തായാലും കുറച്ചും കൂടിയൊക്കെ ഒരു കിടുവായിട്ട് കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിവേ അത് നല്ലതായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് സിനിമയെ കുറിച്ചിട്ട് മൊത്തത്തിൽ പറയാനുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഭീകര സിനിമയാണ്. എടാ ഇതൊരു ഐക്കോണിക് സാധനമാണ് എന്ന് പറയാൻ പറ്റിയ ഒരു ഇത് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് വരുന്നില്ല. പോസിറ്റീവ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ പിക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരുപാടധികം പോസിറ്റീവ് സംഭവങ്ങൾ സിനിമയിലുണ്ട്. പക്ഷെ ഓവറോൾ സിനിമയിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റടാ ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ ഈ സിനിമ പോയി കാണാം, ഇതൊരു ഭയങ്കര ഭീകര സിനിമയാണ് ഇന്ന് നമുക്കൊരു സാധാരണക്കാരനോട് പറയാൻ പറ്റിയ രീതിയിൽ ഈ സിനിമയിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇതൊരു നാഴികക്കല്ലാണ് മലയാളത്തിലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ത്യൻ സിനിമയിലെ ഒരു നാഴികക്കല്ല് ആണ് എന്ന് നമുക്ക് തന്നെ പറയാം. കാരണം അത്രയും എഫേർട്ട് ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ചിത്രീകരണം, കാര്യങ്ങൾ, മമ്മൂക്കയുടെ പെർഫോമൻസ്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സിനിമാ പ്രേമിയാണെന്നുള്ള നിലയിൽ, അല്ല സിനിമാ പ്രേമി എന്ന നിലയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി ഒരു വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഗംഭീര സിനിമയാണ് ഈ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന ഈ സിനിമ. പിന്നെ കുട്ടികളെ ഈ സിനിമ കാണിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ഒരു 10-12 വയസ്സിന് താഴെയൊക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഭൂതപ്രേത, പിശാശ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ, ഏവൻ അങ്ങനെയൊക്കെയുള്ള ഈ ദുർമന്ത്രവാദ കഥകൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു സിനിമയിലൂടെ കണ്ടാൽ പോലും അത് ചിലപ്പോൾ അവരുടെ ചിന്തകളെ തന്നെ, ഭാവിയിലേക്കുള്ള ഒരു ചിന്തകളെ തന്നെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് പിള്ളേർ ഇതുപോലത്തെ സിനിമകൾ കാണിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. അത് ഇതിന് മുന്നേ ഇറങ്ങിയ നമ്മുടെ കുമാരി സിനിമ ഇറങ്ങിയ സമയത്തും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. നിങ്ങളൊരു ഭയങ്കര സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു നല്ല സിനിമയാണ് ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ. എനിവേ താങ്ക് യു സോ മച്ച്.